ഞാനിവിടെ 1 കപ്പ് ചോറ് എടുക്കുന്നുണ്ട്. ഇത് വേവിച്ച ചോറാണ്. നിങ്ങൾക്കിത് മട്ട റൈസോ അല്ലെങ്കിൽ വൈറ്റ് റൈസോ ഏത് വേണമെങ്കിലും എടുക്കാം. ചോറ് നമുക്ക് മിക്സിയുടെ ഒരു ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നമ്മൾ ഒത്തിരി അരച്ചെടുക്കാൻ പാടില്ല, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാനേ പാടുള്ളൂ. ഇനി ഇതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ല വെന്ത ചോറാണെന്നുണ്ടെങ്കിൽ ഇത് കൈയും കൊണ്ട് തന്നെ ഒന്ന് ഉടച്ചെടുക്കാവുന്നതാണ്. അത് ഈ ഒരു പരുവത്തിൽ ക്രഷ് ചെയ്തെടുത്താൽ മതി, ഒരുപാട് അങ്ങ് അരച്ചെടുക്കരുത്. ഇനി ഈ ചോറ് നമുക്കൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. ഇനി നമ്മൾ ഈ ചോറിലേക്ക് ഒരു ചെറിയ സവോള ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് 1 ടീസ്പൂൺ അളവിൽ കാശ്മീരി ചില്ലി പൗഡറാണ്, അതുകൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു നുള്ളു പെരിഞ്ജീരകമാണ്. ഇത് നിങ്ങൾക്ക് ഈ ഒരു പെരിഞ്ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണ്ട. പിന്നെ ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പച്ചമുളകൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച് കൂട്ടിയും കുറച്ചും ഒക്കെ ചേർത്ത് കൊടുക്കാം. ഒരു നുള്ളു കായപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കടലമാവ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ തന്നെ അരിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങളുടെ അടുത്ത് കടലമാവ് ഇല്ല എന്നുണ്ടെങ്കിൽ ഗോതമ്പ് പൊടിയോ അല്ലെങ്കിൽ മൈദപ്പൊടിയോ ഒക്കെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അതുപോലെ ഞാൻ ഇതിലേക്ക് ഒരു ഇച്ചിരി മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ കൈ കൊണ്ട് തന്നെ നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം, എന്നാലേ ഇതിൻ്റെ എല്ലാ മസാലകളും ഒരുപോലെ എത്തുള്ളൂ. ഇനി ഇത് നമുക്കൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതൊന്ന് ഉഴുന്നുവടയുടെയൊക്കെ ഷേപ്പിൽ ചെയ്തെടുക്കുന്നുണ്ട്. എല്ലാം ഉഴുന്നുവടയുടെ ഷേപ്പിൽ ചെയ്ത് നമുക്ക് ഫ്രൈ ചെയ്യാനായിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു കടായിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായി വരുമ്പോഴേക്കും ഓരോ വടകളും ഇട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിവിടെ ഒലിവ് ഓയിലാണ് എടുത്തിട്ടുള്ളത്, കുക്കിംഗ് ഒലിവ് ഓയിൽ. അപ്പോൾ അതിനെക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരാണെങ്കിൽ മുകളിൽ ഐ ബട്ടണിൽ ഞാൻ വീഡിയോ കൊടുത്തിട്ടുണ്ട്, അതൊന്ന് കണ്ടു നോക്കുക. ഒരു ഭാഗം റെഡി ആകുമ്പോഴേക്കും നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ചോറ് കൊണ്ടുള്ള വട റെഡി ആയിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു വടയാണ് കേട്ടോ ഇത്. ഇത് ഒരുപാട് കളറ് മാറുന്നിടം വരെ വെയിറ്റ് ചെയ്യേണ്ട, നമുക്ക് ഈ ഒരു ടൈമിൽ തന്നെ എടുത്തേക്കാം. കളറ് മാറിക്കഴിയുമ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് മാറും. ഇതാണ് ഇതിൻ്റെ കറക്റ്റ് പരുവത്തിൽ നമ്മൾ എടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കടിയാണിത്. അതുപോലെ തന്നെ ഇതിൻ്റെ പുറം നല്ല ക്രിസ്പിയാണ്. അകം നമ്മുടെ ഉള്ളിവടയുടെയൊക്കെ അകം പോലെ ഇരിക്കും. ചോറ് കൊണ്ടാണ് ഉണ്ടാക്കിയതെന്നുള്ള യാതൊരുവിധ ടേസ്റ്റ് വ്യത്യാസവും ഇതിനില്ല. നല്ലൊരു പ്രത്യേക ഒരു ടേസ്റ്റാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.